ദൈവമേ സത്യം, ചത്ത കൊച്ചിൻ്റെ ജാതകം വായിക്കണ്ട എന്നാണ് പറച്ചിലെങ്കിലും വല്ല ഗുണപാഠവും അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാലും തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. യേശു ഒരു മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തൻ്റെ കൂടെ നിന്നവർ ധൃതിപ്പെട്ട് പോകുന്നത് കണ്ടുകൊണ്ട് അവരോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരുടെ സംസ്കാരം ചെയ്യട്ടെ, നിങ്ങളോ ജീവനുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അവരെ ആഹ്വാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു സീനുണ്ട് ബൈബിളിൽ. ഞാൻ കഴിഞ്ഞ 12 ദിവസമായിട്ട് ടെലിവിഷൻ ചാനലും മാറി മാറി നോക്കിയിട്ടും സർവമാന മലയാളം ചാനലും ആ മണ്ണിടിച്ചിലും അർജുനൻ്റെ ചന്തിപ്പാട് കാണാനുള്ളൊരു വ്യഗ്രതയിലാണ്. അർജുനൻ അവൻ്റെ ലോറി സഹിതം മണ്ണിനടിയിൽ പോയി. അത് അർജുനൻ്റെ മാത്രമല്ല, ഉത്തരാഖണ്ഡിലും മറ്റേഖണ്ഡിലും ലോകമാസകലം ഇതുപോലുള്ള മഴക്കെടുതികൾ, ഭൂമിയുടെ കെടുതികൾ വരുമ്പം അനേകരെ മൂടിക്കൊണ്ട് പോയിട്ടുണ്ട്. അവരെ എല്ലാം മാന്തി എടുത്തിട്ടൊന്നും ഇല്ല, അങ്ങനൊരു ചരിത്രവുമില്ല, നടക്കത്തുമില്ലത്. പിന്നെ കുറേ സർക്കാരിൻ്റെ കാശ് പൊടിച്ചിട്ട് വക എഴുതി കോടികൾ തട്ടി മാറ്റാൻ അതാഗ്രഹിക്കുന്നവർക്ക് ഇന്നാരെന്നാർ ചെയ്യുന്നു എന്നൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവൻ ഏത് തെണ്ടിയാ എന്നൊരു വർത്തമാനം ഉള്ളതുകൊണ്ട് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. എന്തായാലും ഈ 12 ദിവസത്തെ ഈ അർജുനൻ്റെ ശവശരീരം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിൽ എത്ര കോടി രൂപ സർക്കാരിനും വിവിധ ശാഖകൾക്കും ചിലവായി എന്നുള്ളതിൻ്റെ കണക്കെടുത്താൽ ഇനി അതിൻ്റെ കണക്കും കള്ളക്കണക്കും കൂടെ വരുമ്പം ഇതെല്ലാം നമ്മൾ ഓരോരുത്തരുടേത് വന്നല്ലോ എന്നുള്ള ഓർക്കുമ്പം അറിയാതൊരു നൊമ്പരം വരും. മണ്ണിനടിയിൽ പോയി 12 ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്തവനെ ഇനിയിപ്പം അവൻ്റെ ശരീരം എടുത്ത് ഈജിപ്തിലെ കെയ്റോയിലെ മ്യൂസിയത്തിൽ ഞാൻ പിരമിഡ്സിൽ എടുത്ത മമ്മികളെ കണ്ടിട്ടുണ്ട്. മമ്മികളെ സൂക്ഷിക്കുന്നത് പോലെ വല്ല പരിപാടിയുമുണ്ടോ സർക്കാരിന് അർജുനൻ്റെ ബോഡി എടുത്ത് ലേബിൽ വെച്ച് സൂക്ഷിക്കാൻ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ആന്നേലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്തായാലും ഈ TV ചാനലിൽ ഇവന്മാരെ ഒരു ചാനൽ പോലും വെറുതെ വിടാത്ത സർവമാന പേരും മത്സരബുദ്ധിയോടെ അവിടെ പോയി പണിയെടുത്ത് 24 hours രാത്രിയിലത്തെ യാമങ്ങൾ എന്താണെന്നുള്ളത് അറിയത്തില്ല, അല്ലാത്ത സർവ്വസമയവും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന് മലയാളിയെ വെറും മറ്റേ മോന്മാരാക്കിയ ചാനലുകാരോട് അവർ കോപിക്കാതിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം എന്നൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചാനലുകാരെ നിങ്ങൾക്ക് കഷ്ടം, മീഡിയക്കാരെ നിങ്ങൾക്ക് കഷ്ടം. ഇതല്ല പത്രപ്രവർത്തനം. ഒരു വട്ടം പറയാം, 2 വട്ടം പറയാം, അതിൻ്റെ കട്ടി കുറച്ച് അതിൻ്റെ സാധ്യതകൾ കുറയുമ്പം അത് കോളം മാറി പെരുമാറേണ്ടിയ മനോരമയുടെ ടെക്നിക്ക് പോലെ ആവണം. അവസാനം 16ാം കോളത്തിൽ മൂലയ്ക്ക് കൊടുക്കേണ്ട വാർത്തയായിട്ട് അത് മാറുകയും ചെയ്യും. അങ്ങനെ ആകാവൂ. പുതിയ വർത്തമാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളിതിന് ഈ റോങ് പ്രയോറിറ്റി കൊടുത്തപ്പോൾ യഥാർത്ഥ പ്രയോറിറ്റിയിലുള്ള എത്രയോ അറിവുകൾ നിങ്ങൾ മനുഷ്യൻ്റെ മുഖത്തു നിന്ന് മാറ്റി എന്നുള്ളത് അറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം നിങ്ങൾക്ക് അറിയാത്തൊരു മേഖലയിലാണ് നിങ്ങൾ ഈ കയറി വിഭജിക്കുന്നത്. മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു മീഡിയക്കാരനും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഈ വൃദ്ധൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എന്നെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. വേണേൽ നിങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാം. പാതിവൃത്യമുള്ള പെണ്ണുങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് ഇപ്പോഴത്തെ ഫ്രീ സെക്സ് സൊസൈറ്റി ഇതാണല്ലോ നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഉണരുന്നത് തന്നെ. യൂറോപ്പിലാണല്ലോ ഇതുണ്ടായത്. അവിടെ പാതിവൃത്യം എന്നുള്ളൊരു വാക്ക് കേട്ട പഴക്കവും തഴക്കവുമുള്ള ഒരു ചെവി പോലും ഇല്ല. അതെന്നതാ സാധനമെന്ന് ചോദിക്കും. അവിടെ നിന്നുണ്ടായ ഒരു മെഡിറ്ററേനിയൻ റിലീജിയനിൽ ഈ ലോകത്തെല്ലാം വ്യാപിച്ചേക്കുന്നേ. അന്നേരം പാതിവൃത്യത്തിന് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ടാണ് കന്യാസ്ത്രീകളും കന്യാ ചർമ്മം കേരളത്തിൽ പോലും വെച്ചൊടിക്കേണ്ട ഗതികേട് വന്നത്. ഇതൊന്ന് പറഞ്ഞ് അവരെ, അതൊന്നും ഞാൻ പറഞ്ഞില്ല, വാമനനെ കളിയാക്കിയതിന് അത് അരുതവേലായുധ പനതരാമെന്ന് പറഞ്ഞതിന് 300 കേസ് കൊടുത്ത് എന്നെ തച്ചിന് കോടതി തട കയറ്റുന്ന ഈ കലികാലത്തിൽ റോങ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നു
എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വീണ്ടും കള്ളക്കേസ് കൊടുത്ത് അകത്താക്കാനോ കോടതി തന്നെ കയറ്റാനോ മടിക്കത്തില്ല എന്ന് എനിക്കറിയാം. കാരണം ഇപ്പോഴത്തെ ഏക ഇതാ ഭയപ്പെടുത്തുക. സത്യം പറഞ്ഞോ. ഹേരോദാവ് തലയരിഞ്ഞ പോലെ തല അരിഞ്ഞെടുക്കുന്ന ഒരു പ്രവണതയാണ് ടോട്ടലായിട്ട് കാണുന്നത്. അതിന് മീഡിയകളെ നിങ്ങൾ കാണിച്ചത് ഈ 12 ദിവസമായിട്ടും ശുദ്ധമായ മീഡിയ വ്യഭിചാരമാണ്, തൊഴിലിനോട് കാണിക്കുന്ന നാണംകെട്ട പ്രവണതയാണ് എന്ന് പറഞ്ഞാൽ, മാനനഷ്ടത്തിന് നിങ്ങൾ കേസ് കൊടുത്താൽ ശാമുവൽ കൂടൽ കുത്തുവാള എടുത്തു പോകും. നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ തിരുത്തിന്. ഇതല്ല, ഞാൻ വീണ്ടും പറയും, നിങ്ങൾ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഇതല്ല പത്രപ്രവർത്തനം, ഇതല്ല മീഡിയ പ്രവർത്തനം. ആവശ്യമുള്ളത് പറയണം, പറയേണ്ടിയപ്പം മാത്രം പറയണം. അത് കഴിഞ്ഞാൽ പറച്ചിൽ നിർത്തണം. എന്നും ഞറവട്ട പറയുന്ന പോലെ അർജുനനെ ഇനിയും 18 ദിവസം ഈ വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കാരണം 18 ദിവസമോ 18 മാസമോ തിരഞ്ഞാലും ചിലപ്പോൾ കിട്ടിയില്ലല്ലോ. അവസാനം ചെല്ലുമ്പം അർജുനനെ ഇല്ലെന്ന് വന്നാലോ, അർജുനങ്ങ് ദ്രവിച്ചങ്ങ് താഴെങ്ങാണ്ട് പോയെങ്കിലോ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ അർജുനെ മമ്മിയാക്കി വെക്കുമോ? ഒക്കത്തില്ല. അതുകൊണ്ട് മരിച്ചവരുടെ സംസ്കാരം നടത്തട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ അർജുനൻ്റെ പുറകെ പോകാതെ ജീവിച്ചിരിക്കുന്ന ഭാരത ജനതയുടെ, ജീവിച്ചിരിക്കുന്ന കേരള ജനതയുടെ, ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഒഴിഞ്ഞു മാറുന്ന ഒരു കള്ള ഓട്ടമാണ് നിങ്ങൾ സർക്കാരിന് ചെയ്യാൻ അവസരം വെച്ച് കൊടുക്കുന്നത്. ജനങ്ങളുടെ അറ്റൻഷൻ വേറെ വഴിക്ക് തിരിച്ചു വിട്ടതിന് ഇതിന് സർക്കാർ നിങ്ങൾക്ക് സ്പെഷ്യൽ കൂലി വല്ലതും തരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഈ പ്രവണത കണ്ടാലേ 10-15 ദിവസത്തേക്കെങ്കിലും തലവേദന എല്ലാം ഒന്ന് മാറ്റി തരുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടൊന്ന് പോയിന്ന് ആരെങ്കിലും നിങ്ങളെ നിർദ്ദേശിച്ചതാണോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടി വരുന്നു. കാരണം ചാനച്ചർച്ച ഇതിനെപ്പറ്റി എന്തോ നടത്താനാ? വാദോന്മുഖികളായ രാഷ്ട്രീയക്കാരെ വെള്ളമടിച്ചും അല്ലാതെയും വന്നിരുന്നിട്ട് ഗീർവാണം അടിക്കാൻ ഇതിനകത്ത് എന്തിയ സാധനം? അതിനെപ്പറ്റി പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധന്മാരൊന്നും അല്ലല്ലോ ചാനലിൽ വരുന്നത്. എന്തായാലും ഈ പബ്ലിക് എന്ന് പറയുന്ന ഇഡിയറ്റ്സ്, ഞാൻ ഉൾപ്പെടെ, നിങ്ങളുടെ മൂട്ടിക്കുത്തിയിരുന്ന് നിങ്ങൾക്ക് പരസ്യക്കൂലി വർദ്ധിപ്പിച്ചെങ്കിൽ, നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടിയെങ്കിൽ ഞങ്ങൾക്കാണ് തല്ല് തരേണ്ടത്. മൂട് ചുട്ട് നിങ്ങളുടെ മുന്നേ കുത്തിയിരുന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ റിപ്പീറ്റഡ് തോന്നിവാസം കണ്ട് വിലപ്പെട്ടവൻ്റെ സമയം, ജീവിതത്തെ നുകരാനുള്ള അവൻ്റെ സമയം, ജീവിതത്തെ ആസ്വദിക്കാനുള്ള അവൻ്റെ സമയം, ദൈവത്തെ സ്തുതിക്കാനുള്ള അവൻ്റെ സമയം, സഹോദരന് സേവനം ചെയ്യാനുള്ള അവൻ്റെ സമയം വൃഥാവിലാക്കിയ നിങ്ങൾക്ക് കഷ്ടം എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഇനിയും ഒരർജുനൻ ഉടനെ തന്നെ ഭൂമിക്കടി പോകും, അല്ലേ വേറൊരു അബദ്ധിപ്പഴും. അവനെയും തപ്പി നടന്നു. അടുത്ത ഒരു 48 ദിവസം മലയാളി ഇതിന് ഒരുക്കമാവുക. നിങ്ങളൊന്ന് ക്യാമറ തുറന്നിട്ട് ഇങ്ങോട്ട് വിളമ്പാൻ തുടങ്ങിയാൽ മതി. വായ്നോക്കി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഹി ഹാസ് നോ അതർ ബിസിനസ് അതർ ദാൻ ലുക്കിംഗ് ഇൻ സംബഡീസ് ബിസിനസ്. അവൻ്റേതായ ഒരു പരിപാടിയിൽ ഇവൻ ഉണരുമ്പോൾ, അതുകൊണ്ടാണ് ഈ വായ്നോട്ടൻ ടി വിയുടെ മുന്നിൽ. അല്ലേ നിങ്ങളുടെ ഈ മുടിഞ്ഞ ന്യൂസ് ആരാ റിപ്പീറ്റഡായിട്ട് കാണുന്നേ? 12 ദിവസം ഒരു അർജുനൻ്റെ ചന്തി എന്നിട്ട് കാണിച്ചോ നിങ്ങൾ? ഇനി കാണിക്കാൻ ഒക്കുമോ? അത് കണ്ടറിയേണ്ട കാര്യമാണ്. കിട്ടിയാൽ നിങ്ങൾ മമ്മിയാക്കി സൂക്ഷിക്കുമോ? അയ്യോ, 1,000 കോടി രൂപ ചിലവാക്കി മാന്തിയെടുത്ത ഇത് കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ നമുക്കിത് മമ്മിയാക്കാമേ എന്നും പറഞ്ഞ് ഈജിപ്ഷ്യൻ പരിപാടി വല്ലതും കയ്യിലുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മിയെ കണ്ടിട്ടുണ്ട്. 5000 BC-യിലുള്ള മമ്മിയെ ഞാൻ കണ്ടിട്ടുണ്ട്. കെയ്റോയിൽ അവരുടെ മ്യൂസിയത്തിൽ അവർ സൂക്ഷിക്കുന്നുണ്ട്. വല്ല സംവിധാനവും കേരളത്തിലുണ്ടോ? തിരുവനന്തപുരത്തുണ്ടോ? ഇല്ലല്ല. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞതാണ് ശരി. മരിച്ചവരുടെ കാര്യം നോക്കട്ടെ. നിങ്ങൾ മരിച്ചവരാ. കർത്താവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങൾ മരിച്ചവരാ. ഈ മീഡിയകളും മരിച്ചവരാ. അതുകൊണ്ടാണ് മരിച്ചവൻ്റെ പുറകെ ഇത്രയും തീക്ഷ്ണതയോടെ നടക്കുന്നേ. ജീവിച്ചിരിക്കുന്നവൻ്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് അറിയത്തില്ല. യു ഡസൻറ്റ് നോ ഹൗ ടു ഹാൻഡിൽ ദി പ്രസൻറ്റ് ട്രാജിക്കൽ സിറ്റുവേഷൻ ഓഫ് കേരള പോളിറ്റിക്സ്. തമ്മിൽ അടിക്കുന്ന കോൺഗ്രസ് അവനും ഇനിയും കയറാൻ പോകുന്നില്ല. എന്ന് കയറിയാൽ പോലും തമ്മിലടിക്കത്തേ ഉള്ളൂ. എൻ്റെ ദൈവമേ, കർക്കിടക മാസത്തിലെങ്കിലും രാമായണം വായിച്ച് രാമൻ എന്തുവാ, സീത എന്തുവാ, രാമരാജ്യം എന്തുവാ എന്നൊക്കെ ഇതുങ്ങളെ ഒന്ന് പഠിപ്പിക്കണേ. മീഡിയകളൊന്നും ചെയ്യത്തില്ലേ? അവർ പണക്കൊതിയന്മാരാന്നേ. കൈക്കൂലി കൊടുത്താൽ ഏത് അധർമ്മത്തിൻ്റെയും ന്യൂസ് മാസങ്ങളോളം ഇട്ട് പുഴുങ്ങി വിളമ്പി
ജനത്തെ കംപ്ലീറ്റ് അറിവിൻ്റെ അന്ധതയിൽ മുക്കിക്കൊല്ലാൻ യാതൊരു മനസാക്ഷിയുമില്ലാത്ത നികൃഷ്ട മനസ്സുകളാണ് ഈ മീഡിയകൾ. എനിക്ക് മീഡിയകളോടായി കരുവ്. കാരണം ഞങ്ങൾ ഏത് ചാനൽ മാറി മാറി നോക്കിയാലും കഴിഞ്ഞ 12 ദിവസമായിട്ട് ഞാൻ കഷ്ടപ്പെടുക എൻ്റെ മുറിയിലിരുന്ന്. വേറെ ഒരു ന്യൂസും നിങ്ങൾ കാണിക്കുന്നില്ല. അതാണ് അർജുനെ കിട്ടിയിട്ട് നിങ്ങൾ എന്നെ ഒലത്താൻ പോവാന്നൂടെ ഞാൻ ജീവനോടിരിക്കുവാന്ന് എനിക്കൊന്ന് കാണണം. അതിന് മുമ്പേ വന്ന് തല്ലിക്കൊല്ലല്ലേ. കേട്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിനകത്ത് നേരും നിറയും ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നവരിതൊന്ന് ഷെയർ ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്.